ഇവിടെ കെട്ടിക്കാൻ പെണ്ണുണ്ടെന്ന് തന്നോടാരാ പറഞ്ഞേ? ഈശ്വരൻ. ചിരിക്കണ്ട, ഈശ്വരൻ ഞങ്ങളുടെ കമ്പനിയിലെ ഡ്രൈവർ. ഓഹോ, അപ്പൊ കമ്പനി നടത്തുന്ന ആളാണല്ലേ? നടത്തുന്ന ഞാനല്ല, ഞാൻ അക്കൗണ്ടന്റാ. ഇപ്പൊ മനസ്സിലായി. ഇവിടുത്തെ പെമ്പിള്ളേരെ തട്ടിയെടുക്കാൻ മറ്റവള് മണവാള വേഷം കെട്ടിച്ച് വിട്ടിരിക്കുകയാണല്ലേ? മറ്റവളോ? അയ്യോ പാവം. കേശവ, ഭാർഗവ, ഈ കുട്ടികളുടെ ബ്രദേഴ്സ് ആണല്ലേ? അല്ലടാ, ബോബോഴ്സാ. സത്യം പറയണോ, ഞങ്ങളുടെ കമ്പനി പൊളിക്കാൻ ഏതോള് തന്നെ പറഞ്ഞു വിട്ടിരിക്കണേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ മനസ്സിലാക്കി തരാം. സ്ഥലം മാറിപ്പോയി. ക്ഷമിക്ക് ചേച്ചി, അറിഞ്ഞോണ്ടല്ലേ. ഓടിക്കോ, അവന്മാര് പുറകെ ഉണ്ട്. നിന്റെ പണി കയറിക്കോ. പിടിച്ചിരുന്നു, അല്ലെങ്കിൽ തെറിച്ചു കൂട്ടോ. അവന്മാർ വണ്ടി എടുത്തു പോയി. നീ വണ്ടി എടുക്ക്. വണ്ടി കള്ളന്മാരെ നീയൊക്കെ വണ്ടി എടുക്കോ. അയാളെ മെത്തടിക്കും. എന്താണ് ബൈക്ക് നിർത്തി കളഞ്ഞ? വണ്ടിയിൽ പെട്രോൾ തീർന്നു പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് മതിൽ കാണാം. അവിടെ കിടക്കും. ആ ബ്രോക്കർ പറഞ്ഞ വീട് നമ്പർ അത് തന്നെ ആയിരുന്നില്ലേ? നമ്പർ അത് തന്നെ, പക്ഷെ പെണ്ണ് കാണേണ്ട ആള് മാത്രം അകത്ത് ചെന്നാ മതി എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് അടിച്ചതാ. എന്തായാലും തഞ്ഞമ്പേട്ടന്റെ ചാരിത്രം നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടല്ലോ. കണക്കിന് പോയാ ഞാൻ അത് പോട്ടെ എന്ന് വെക്കും. നല്ല മണി പോലത്തെ പിള്ളേർ. പ്രശ്നവേഷം ഈ ചാരൊന്ന് കഴിയാളാ. നീ ഒരുത്തൻ അതിനെല്ലാം കാരണം. ആരാ തലശ്ശേരി കുഞ്ഞമ്പൂ? രണ്ടുപേരും കുഞ്ഞമ്പൂമാരാണോ? അല്ല സാർ, ശരിക്കും തലശ്ശേരി കുഞ്ഞമ്പു ജയാണ്. ഞങ്ങളത് ചുരുക്കി തഞ്ഞമ്പൂ എന്ന് വിളിക്കും. എന്താ ഈ മുഖത്തൊക്കെ? പ്രകൃതി ചികിത്സയാ, ചാരം തേച്ച് വിട്ടിരിക്കുക. കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ. സാറേ, ഒരബദ്ധം പറ്റി പോയതാ. സത്യമായിട്ട് ഞങ്ങൾ അത്രക്കാരല്ല, പ്രത്യേകിച്ച് ഞാൻ. ഈ പെണ്ണാലോചന സാറേ, ഞാൻ വായി മനസ്സറിയാത്ത കാര്യങ്ങൾ അതൊക്കെ. വായും മനസ്സറിയാതാണോ പത്രത്തിൽ പരസ്യം ഞാൻ കൊടുത്തത്? അപ്പോഴേ പറഞ്ഞ പത്രത്തിൽ പരസ്യം കൊടുക്കണ്ടെന്ന്. പേടിക്കണ്ട, ഞാൻ പൊന്നൻ. ഈ പരസ്യം കണ്ട് എന്റെ പെങ്ങൾക്ക് വേണ്ടി ആലോചിക്കാൻ ഞാൻ വന്നതാ. അപ്പോഴേ പറഞ്ഞല്ലേ പത്രത്തിൽ പരസ്യം കൊടുക്കാൻ. അപ്പൊ തഞ്ചമ്മേട്ടന് ആണ് കാണാൻ വന്നാണല്ലേ? എന്റെ പൊന്ന് സാറേ, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി കൊടുക്കണം. ഒരു 100 പെണ്ണെങ്കിലും കണ്ടുണ്ടാവും. അത് നടക്കും വരുമ്പോഴേക്ക് ഏതെങ്കിലും പാര വരും, അതൊഴിയും. ഇപ്പൊ തന്നെ. ഇയാളാരാ? ഞങ്ങളുടെ കമ്പനിയിലെ ഡ്രൈവറാ. ഈച്ചരൻ. വിദ്യാഭ്യാസം ഇല്ല. എക്സ്ക്യൂസ് മീ, പ്ലീസ് കം ഓൺ. ഈശ്വരനോട് കളിക്കണ്ടോ? എന്താ ഡ്രൈവർ എന്ന് പറഞ്ഞപ്പോ ഒരു പൊജ്ഞം. അതിനെന്താടാ? 45-ാം വയസ്സിൽ ആറ്റുനോറ്റ് വന്നൊരു കല്യാണക്കാരിയാ. ഇപ്പൊ കലക്ക് ഞാൻ. എന്താ പ്രശ്നം? ഒന്നുമില്ല. പെണ്ണ് കാണാൻ എന്നാ വരേണ്ടതെന്ന് ചോദിക്കുകയായിരുന്നു. കാരണവന്മാരോട് ആലോചിച്ചിട്ട് വരേണ്ട ദിവസം ഞാൻ അറിയിക്കാം. ഏതായാലും നിങ്ങൾ അവർക്ക് ചേരും. ഉച്ചയ്ക്കും 10-40 വയസ്സായി. 40 ഓക്കെ അളിയാ. സൈക്കിളിലായാലും കുഴപ്പമില്ല, സഹിക്കാൻ പറ്റാത്തോണ്ടാണ് സാർ. നമുക്ക് ആലോചിക്കാം. അയ്യോ ദൈവമേ, ദേണ്ട പൊട്ടനച്ചൻ വരുന്നു. ഇയാളതിനെ ഇങ്ങോട്ട് വരുന്നത്. ഒരച്ഛൻ എന്താണ് ചൂദാസിനെ പോലെ കോലോ കിട്ടി നിൽക്കുന്നത്? ഒറ്റെണ്ണത്തിന് ഞാൻ വെറുതെ വിടുകയില്ല. ഇത്രയും വേഗം അച്ഛനെ അതറിഞ്ഞോ? ഓരോരുത്തന്മാര് കാണിച്ചു വെക്കുന്ന പോക്കരത്തിന് ബാക്കിയുള്ളവനാണ് ഇരിക്കെ പ്രതിയില്ലാത്തത്. ക്ഷമിക്കണോ, ഒരബദ്ധം പറ്റിപ്പോയത്. അതൊക്കെ ചെയ്യുമ്പോ ഓർക്കണമായിരുന്നു. എവിടെ സണ്ണിച്ചൻ? ഗാനമേളയ്ക്ക് പോയി. ആനമലയ്ക്കോ? ഗാനമേളയ്ക്ക് എവിടെ? ഇവിടെ ജിലേബി കച്ചവടം നടത്തുന്ന പറവാന ചേട്ടന്റെ വീട്ടില് കല്യാണത്തില്. കല്യാണപ്പാട്ടിന് പോകാൻ കണ്ടത് സമയം. അച്ഛൻ ദേവേദി ഇക്കാര്യം സണ്ണിച്ചനോട് പറയരുത്. പറഞ്ഞത് അച്ഛൻ കേട്ടില്ല. ദേവേദ് സണ്ണിച്ചനോട് ഇക്കാര്യം പറയരുത്. പറയാതിരുന്നിട്ട് എന്താ കാര്യം? അവന്മാരിപ്പൊ ഇങ്ങോട്ട് എത്തി. കൈ കിട്ടിയ ഒറ്റെണ്ണത്തിന്റെ പൊടി കാണത്തില്ല. ബാസുരി മധുഗീതമായി
കർത്താവേ, ഓ ഓ, 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 ഓ. അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. എന്താണ് ഇത്? മാർവാടി വേഷൊക്കെ ടസ്റ്ററായിട്ടുണ്ട്. വാടാ. പരിപാടി കഴിഞ്ഞിട്ട് അതിനു മുമ്പ് നിന്റെ പരിപാടി അവർ തീർക്കും. ആര്? ആര്? ഈര്. വാടാ. അയ്യോ, അഡ്വാൻസ്. ആനക്കാരൻ അപരാധൻ ആരാണെന്നാ നിന്റെ വിചാരം? തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കി പട്ടി കെട്ടുകൊടുക്കും അയാള്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യുന്ന അച്ഛൻ പറയുന്നത്? ഏ അതിന് ഞാൻ എന്ത് ചെയ്തെന്ന അച്ഛൻ പറയുന്നത്? നീ എന്തിനാ ആ പെണ്ണിനെ കയറി ചുംബിക്കാൻ പോയത്? ഞാനോ? അവളല്ലേ എന്നെ അവള് ചുണ്ടുകൊണ്ട് വന്നപ്പോ നീ എന്തിനാ കവിള് കൊണ്ട് നിന്നത്? ഓഹോ, അത് കൊള്ളാലോ. ഞാൻ വിചാരിച്ചോ അവൾ എന്നെ എങ്ങനെ കാണിക്കുന്നു? എടാ, ഇലവത്ത് മുള്ളേ വീണാലും മുള്ളുവന്ന് പഴഞ്ചൊല്ലൊന്നും വേണ്ട. ഞാനിപ്പോ എന്താ വേണ്ടേ? നീ കമ്പനിയിൽ നിന്ന് വല്ല ട്രാൻസ്ഫറോ മറ്റോ വാങ്ങി കണ്ണത്താ ദൂരത്ത് എവിടേക്കെങ്കിലും പൊയ്ക്കോ. ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്തെങ്കിലും കരുതി സമാധാനിക്കാലോ എനിക്ക്. എന്തോന്ന് അവറാച്ചൻ? ഓ ദേ അവറാച്ചനെ കൂട്ട് വരുന്നത്. വേഗം പോയി ഒളിച്ചോ. ഒളിക്കാനോ? എന്തിന്? തർക്കുത്തരം പറയാൻ കണ്ട നേരം. വാടാ. എന്നെ നീ ഇങ്ങോട്ട് വാടാ. എന്റെ ഈശോയെ, അയാളുടെ മുമ്പിലും കാണിച്ചെന്ന് പെട്ട. അച്ഛോ, ഞാൻ കൊട്ടയിലെ കൊള്ളിയല എങ്ങും കൊള്ളാതായി. ഇങ്ങോട്ട് വാടാ. എന്തായി കാണിക്കുന്നത്? മിണ്ടിപ്പോകരുത്. വേണ്ടാതെങ്കിലും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാണിക്കുന്നോ? ഇവിടെ എന്റെ കർത്താവേ, എത്തിയോ ഈശോയെ? ഇതെന്തിനാ? തലവഴി അങ്ങോട്ട് കയറ്റി. വേഗം വേഗം വേഗം. മൂടാ കഴുതേ. അനങ്ങി പോരുത്. വല്ലതും പറഞ്ഞായിരുന്നോ? കൊല്ലി ഞാൻ. മാതാവേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛനെന്താ കിതയ്ക്കുന്നേ? ഓ, അതൊന്നും പറയണ്ട. ഒന്ന് ഒളിപ്പിക്കാൻ. ഒളിപ്പിക്കാനോ? അല്ല, മുറിയിലെല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുകയായിരുന്നു. നമുക്ക് പുറത്തോട്ട് നിൽക്കാം. വേണ്ട അച്ഛോ, അകത്തിരിക്കാം. മാറ്റൽപ്പം സീരിയസാ. അതെ, സംഗതി മനസ്സിലായി. സണ്ടിച്ചന്റെ കാര്യമല്ലേ? അവൻ കാണിച്ചത് മഹാ തെമ്മാടത്തിനായി പോയി. മൂടാ. ഈശോയെ, ആര് മൂടാൻ? അവിടെയല്ല, അവനോട് പറഞ്ഞ കാര്യ. അവൻ ഇവിടെ വന്ന് പറ്റിപ്പോയി തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞപ്പോ വാ മൂടടാ, ഇല്ലെങ്കിൽ കരണക്കുറ്റി അടിച്ചു പൊളിക്കുമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അച്ഛോ, സോണിമോള് അവള് പാവാ. എടാ പട്ടി. അതെ, ആ സണ്ടിച്ചപ്പട്ടി. അല്ല, തെറ്റ് ഇല്ല. അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. എട്ടും പൊട്ടും തിരിയാത്ര കൊച്ചു കുഞ്ഞല്ലേ അവള്. ഓ, കൊലയ്ക്ക് കൊടുത്തേ നീ അടങ്ങൂ. അടി അടി. അല്ല, അവനോട്. ഓ, അവനോട് പറഞ്ഞ കാര്യമാണല്ലേ? അല്ലച്ചോ, അവന്റെ ഭാഗത്തുനിന്ന് ഇല്ല, ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഈ ഇടവക കോമ്പൗണ്ടിനകത്ത് അവന് കാലെടുത്ത് കുത്തിയാൽ അവന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ഓ, എന്റെ പൊന്നച്ചോ, എന്റെ മകളെ സണ്ണിച്ചിനെ കൊണ്ട് കെട്ടിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്നാ പിന്നെ നേരത്തെ പറയാൻ തരായിരുന്നു അവറാച്ച. അതെങ്ങനാ? വെടിപെട്ടിക്ക് മുമ്പ് അച്ഛൻ തോക്കിനകത്ത് കേറിയില്ലേ? അല്ല, അച്ഛനാണല്ലോ അവന്റെ രക്ഷകർത്താവെന്ന് പറയുകയായിരുന്നു. അതെ, ഞാൻ തന്നെ അവന്റെ രക്ഷകർത്താവ്. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഓഹോ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അത് പിന്നെ അവറാച്ചന്മാരുടേത് കൊല്ലാനാണോ വളർത്താനാണോ എന്നറിയാൻ മേലാത്തോണ്ട് ഞാൻ അവനെ. സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് വിറഞ്ഞു കയറി വന്നതാ. പിന്നെ സോണിമോളെ കാര്യം ഓർത്തപ്പോ ഞാനങ്ങ് തണുത്തു. വാശി പിടിച്ചാൽ അവള് വരാലോ, ചാടിക്കേറി കൈടം കാലിനെ ഞരമ്പ് മുറിച്ചുകളെ. ഒരുപാട് ലാളിച്ചു വളർത്തിയതാ. പിന്നെ എന്റെ പെങ്ങളുടെ കൂടെ ബോംബെ വളർന്നത് കൊണ്ട് അല്പം ഫാഷനബിൾ ആയിപ്പോയി. എന്നാലും അവളൊരു മാലാഖയല്ലേ അച്ചോ? പിന്നെ സംശയമുണ്ടോ? നല്ല നീളം കൂടിയ ഒരു മാലാഖ. തങ്കം കൊണ്ടൊരു സണ്ണിച്ചിനെ വേണമെന്ന് അവള് പറഞ്ഞാൽ നിന്റെ തൂക്കത്തിലൊരെണ്ണം ഇപ്പൊ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. എങ്കിൽ അതാ നല്ലത്. പക്ഷെ അത് നടക്കില്ലല്ലോ. അവിടെ മോഹം നീയായി പോയില്ലേ? എടാ ഉവേ, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, പക്ഷെ നിന്നെ എനിക്ക് വേണം. അങ്ങനെ ലേലം വിളിച്ച് കച്ചവടം ഉറപ്പിക്കാൻ ഞാൻ എന്താ നേരത്തെ കൊഴിയോ? അച്ചോ, എടാ നീ ഇങ്ങോട്ട് വന്നേ. ഇവന്റെ ഒരു കാര്യം. നീ എന്ത് വർത്താനം ഈ പറഞ്ഞേ? പിന്നെ പറയാതെ. അയാൾ പറഞ്ഞ അച്ഛൻ കേട്ടില്ലേ? ഇറച്ചി വിട്ടുകാർ കാളയ്ക്കും പോത്തിന് വില ചോദിക്കുന്ന പോലെ. പരിശുദ്ധാത്മാവ് പ്രാവായിട്ട് പറഞ്ഞു വരുമ്പോ വെടിവെച്ച് കൊന്ന് കറിവെച്ച് കൂട്ടാനാണ് അതിന്റെ ഭാവം. എടാ, ആനക്കാരൻ അവറാച്ചന്റെ മരുമകനാകാന്ന് പറയാൻ അതൊരു ഭാഗ്യമാ. അങ്ങനെ സ്വന്തം വ്യക്തിത്വം കളഞ്ഞിട്ടൊരു ഭാഗ്യം എനിക്ക് വേണ്ടച്ചോ. എടാ, ഇതുകൊണ്ട് നിന്റെ വ്യക്തിത്വം കൂടത്തേ ഉള്ളൂ. അല്ല,
നിനക്കെന്താ അവളോട് വെറുപ്പാണോ? തോട്ടി പോലത്തെ പൊക്കവും മരം കയറിയ സ്വഭാവമൊക്കെ ആണെങ്കിലും എനിക്ക് അവളോട് വെറുപ്പൊന്നുമില്ല. അപ്പൊ ഇഷ്ടമാണ് എങ്കിൽ പിന്നെ വാക്ക് കൊടുക്കാം അല്ലേ? പക്ഷേ ഈ ബന്ധം ശരിയാവില്ല അച്ഛോ. എനിക്ക് എന്റേതായിട്ടുള്ള ചില തീരുമാനങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അഭിപ്രായം മാറ്റണ്ട, നിന്റെ ഡിമാൻഡ്സ് അങ്ങോട്ട് പറഞ്ഞോ. അങ്ങനെ ഡിമാൻഡ്സ് ഒന്നുമില്ല. എപ്പോഴാ കല്യാണം നടത്തണമെന്ന് അവരാച്ചൻ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി. ഇല്ലച്ചോ, ചുരുങ്ങിയത് 1 വർഷമെങ്കിലും കഴിയാതെ എനിക്ക് കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. അപ്പൊ ഉടനെ തന്നെ നടത്താലോ? ഉടനെ നടത്താനല്ല, 1 വർഷം കഴിയാതെ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല എന്ന്. ഹലോ, സ്വന്തമായിട്ട് ഒരു പിടി മണ്ണ് വാങ്ങി അതിനകത്തൊരു കൂര വെച്ചിട്ട് ഞാൻ കല്യാണം കഴിക്കൂ. കപ്പല് പോലൊരു വീട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എന്തിനാണോ എന്റെ പോക്ക് നിന്റെ കൂര? പിന്നെ അവറാച്ചന്റെ ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ ഒരു ടൈറ്റാനിക് അല്ലയോ? അതിലേക്ക് കയറി പുറത്താ പോരെ? അത് ഇടിഞ്ഞു പൊളിഞ്ഞ് മുങ്ങിപ്പോയില്ലേ? അങ്ങനെ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനായി പെണ്ണുമ്പിളുടെ ചെലവിൽ ഞണ്ണി ജീവിക്കാൻ സന്നിധിനെ കിട്ടില്ല. മോനെ സന്നിച്ച വേണ്ടച്ചോ, എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആമ്പിളാറായാൽ ഇങ്ങനെ വേണം. ഈ വീറും വാശിയും എനിക്കിഷ്ടമായി. ഒന്നല്ല, നിന്നെ പോലത്തെ മരുമോനെ കിട്ടാൻ 9 കൊല്ലം കാത്തിരിക്കാൻ പറഞ്ഞാലും അവറാച്ചൻ തയ്യാർ. കൊട്ടുകൈ എന്തോ നടക്കുന്ന മണികൾ നോക്കി നിൽക്കുന്നേ. കൊടുന്നാ കൈ. 1 4 3. വാച്ച്മാൻ, ഓ, കോസ്റ്റ്യൂം ഡിസൈനർ സണ്ണിച്ചന്റെ റൂം ഏതാ? ഇതിലെ വലത്തേക്ക് ചെല്ലുമ്പോ ഇടത്തുവശത്ത് കാണുന്ന മുറിയാ. താങ്ക് യു. ഹായ്. ഹായ്. സണ്ണിച്ചനാന്ന് കരുതിയ ഞാൻ വല്ലതും പറ്റിയോ? പറ്റിയില്ല, പൊട്ടി. എന്റെ കടിഞ്ഞാൻ പൊട്ടി. ഡബിൾ ഡക്കറിന് അടിയിൽ പെട്ട പോലെയായി ഞാൻ. സോറി ട്ടോ. സണ്ണിച്ചൻ എവിടെ? അവൻ മോഡൽസിന്റെ കൂടെ കുഴഞ്ഞാടുക. ആ ഹാളിൽ കാണും. താങ്ക്സ് അങ്കിൾ. പുറത്ത് കയറിയതോ സഹിക്കാം. ഈ അങ്കിൾ എന്നുള്ള വിളിയാണ്. അല്ല, ഇപ്പൊ എന്തിനാ കുതിരക്കുട്ടി ഇങ്ങോട്ട് വന്നേ? ആ സണ്ണിച്ചന്റെ പുറത്ത് കുതിര കയറാൻ. തഞ്ചമ്പ സാറെന്തീ വെറുകിനെ കൂട്ടിലിട്ട പോലെ നടക്കണേ? ഓൻ എത്തിയിട്ടെന്ന് സിനിമയ്ക്ക് പോക്കും മറ്റ് കലാപരിപാടികളൊന്നും നടക്കും തോന്നുന്നില്ല. കുതിരയുടെ കൂടെ തുള്ളിച്ചാടി നടക്കുമായിരിക്കും. ഒരു പെണ്ണിന്റെ കാറ്റുപോലിയൊക്കെ യോഗമില്ലാതെ കെട്ടുപ്രായം കഴിഞ്ഞ് ഒരുത്തന്നെ ഇവിടെ പോരെന്നറിഞ്ഞ് നിൽക്കാണെന്നുള്ള ചിന്ത പോലും ഓനില്ല. അസൂയ പാടില്ല. അതിനുള്ള സെറ്റപ്പ് അല്ലേ ഞാൻ ഉണ്ടാക്കിക്കണേ. ഇപ്പോൾ എത്തും. എത്തും, കാത്തിരുന്നോ. നീ നോക്കിക്കോ, ആ യക്ഷി ഇന്ന് അവന്റെ ഇറച്ചിയും തിന്ന് ചോരയും നീര് ഊറ്റി കുടിച്ച് എല്ലും തോലും കൊടുത്തു വിടും ഒരു മൊന്തയിലായി. അയ്യോ, ഇതെന്തോന്ന്? ഹരഹരോ ഹര. 101 വീട് തണ്ടി മല കയറിക്കോളാന്ന് പഴനിക്കുള്ള വഴിപാടാ. സന്ധ്യ സമയത്താണോടോ മൊന്തയും കൊണ്ട് തെണ്ടാൻ നടക്കുന്നത്? മനുഷ്യന് പേടിച്ചു പോയല്ലോ. പേടിക്കണ്ട മകനെ, വല്ലതും തരണം. വിട്ടോ വിട്ടോ. വേണ്ട വേണ്ട, എല്ലാവർക്കും ചേർത്താ തന്നത്. പോ പോ പോ. ഓക്കെ മയിൽവാഹന. ഹരഹരോ ഹര. എങ്ങോട്ടാ ഈ നേരത്ത്? ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ. സെക്കൻഡ് ഷോ കഴിഞ്ഞാൽ മടങ്ങി വരൂ. സിനിമയ്ക്ക് പോകുന്ന കൊള്ളാം. നട്ടപ്പാതിരക്ക് കയറി വന്ന് കഥകി തട്ടി ശബ്ദമുണ്ടാക്കരുത്. അപ്പുറത്തപ്പുറത്തൊക്കെ താമസിക്കുന്ന നല്ല കുടുംബങ്ങളാ. ഇല്ല, തട്ടുന്നില്ല. അടുക്കള വാതിൽ തുറന്നിട്ടിട്ട് ലൈറ്റ് ആണ് ചൊറയും. അടുക്കള വാതിലോ? ഞങ്ങളുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ടാവും. നട്ടപ്പാതിരക്ക് കയറി വരുന്ന ഗസ്റ്റ്? ഇത് അങ്ങനത്തെ ഒരു ഗസ്റ്റാ. മനസ്സിലായില്ല. നട്ടപ്പാതിരക്ക് അടുക്കള ഗസ്റ്റ് കൂടി വരുന്ന ഒരു ഫീമെയിൽ ഗസ്റ്റ്. അത് ശരി. നോക്കണേ, ദേ കണ്ണിക്കണ്ട അലവലാതെ പെണ്ണുങ്ങളെ കൊണ്ട് ഇതിനകത്തേക്ക് എങ്ങനെ വന്നാലുണ്ടല്ലോ. നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. നീ ഒറ്റ കാരണക്കാരൻ. ഞാനോ? അതേടാ, നിന്റെ മറ്റവൾ എന്റെ പുറത്തേറി കുതിര കളിച്ചോണ്ടല്ലേ എന്റെ കടിഞ്ഞാൻ പൊട്ടിയത്. നന്നായി പോയി. എന്റെ ഡ്രസ് എടുത്ത് ഇടലെന്ന് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ. എന്റെ ഭഗവാൻ വട്ടുപിടിപ്പിക്കും. കൺട്രോൾ പൊട്ടി നിൽക്കാ. എങ്ങനെയും വളച്ച് വിട്ടില്ലെങ്കിൽ വല്ല കൊക്കയിൽ പോയി ചാടൂട്ടോ. ചാടട്ടെ. നിനക്ക് മാത്രം ഒരു പെണ്ണിന്റെ കൂടെ ആടിപ്പാടാം, ബാക്കിയുള്ളവർക്ക് ഒന്നും പാടില്ലല്ലേ? പോക്കൃതരം പറയരുത്. അവളെ ഞാൻ കെട്ടാൻ പോണ പെണ്ണ. എന്നാലും ഞങ്ങള് കെട്ടാൻ പോണ പെണ്ണ. ഞങ്ങള് ഈശ്വര, എടാ ഈശ്വര, അവരെ പറഞ്ഞു മനസ്സിലാക്കി. എന്റെ പൊന്നി സണ്ണിച്ചൻ, നിങ്ങളുടെ വേഷം കിട്ടുന്ന ഇവിടെ നടക്കില്ല. അപ്പൊ നീ സമ്മതിക്കില്ലല്ലേ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പ്. എന്നാലും ഒരു സെക്കൻഡ് ഷോ കാണാൻ പോവാനെങ്കിലും സമ്മതിക്കടാ. ഹോട്ട് ഗേൾസ് ഇൻ പാരീസ് അഡൽസ് ഓൺലി പ്ലീസ്. ഓക്കെ. മറ്റേ കാര്യം പേടിക്കേണ്ട ഒരു ഐഡിയ ഉണ്ട്.
അടക്കള വശത്തെ കുറ്റിയിൽ ഒരു കമ്പി കെട്ടി പുറത്തേക്ക് ഇടുക. വരുമ്പോ നമുക്ക് വലിച്ചല്ലോ. ഞാൻ അടിയിൽ തള്ളിത്തരാല്ലോ. നല്ല ഇടിയ. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. നീ അനുഭവിക്കോടാ. അനുഭവിച്ചോളാം. രാത്രിക്ക് ഞണ്ണാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഉണ്ട്. കുളിച്ച് തൊഴുത് ഞണ്ണി കണ്ണടച്ച് ചാഞ്ചിക്കോ. ഇന്ന് നീ പുറയിലത്തെ വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ നാളെ രാവിലെ തൂങ്ങിയിരിക്കുന്നതിന്റെ ശവമായിരിക്കും നീ കടി കാണുന്നത്. സഹിക്കാൻ പറ്റത്തുണ്ടോ? ദോ. അയ്യേ ചെട്ടി, അയ്യേ. നീ ഇവിടെ കെട്ടി തൂങ്ങിച്ചത്ത ശാന്തയല്ലേ? എന്നെ രക്ഷിക്കണം. ഞാൻ അഞ്ജലി, സണ്ണിച്ചനല്ലേ? അതെ. എന്നെ എങ്ങനെ അറിയാം? ഗസല് പാടാൻ വരുമ്പോ കണ്ടിട്ടുണ്ട്. ഓ, നിന്നെ ആരാ അവിടെ കൊണ്ടുവന്നത്? ദയവേദന രക്ഷിക്കണം. ചോദിച്ചില്ലേ നിന്നെ ആരാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആ ഈശ്വരനും കുഞ്ഞമ്പൂല്ലേ? ആരും കൊണ്ടുവന്നതല്ല. പിന്നെ ഓടിക്കേറിയതാ. എന്തിന്? ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്നെ രക്ഷിക്കണം, അല്ലെങ്കിൽ അവരെന്നെ കൊല്ലും. ഇതിനകത്ത് കഴിക്കാം. നീ ഇതൊരു ഉറങ്ങിയില്ലേ? ഞാൻ നല്ല ഉറക്കായിരുന്നു. ആഹാ, പുറത്ത് നല്ല ഇടിവെട്ടും കാറ്റും. നമുക്കിന്ന് വെളി കിടക്കാം. അവിടെ നിൽക്കാൻ നീ എന്തിനാ ഉറക്ക വിളച്ച് കാത്തിരുന്ന്? ഞങ്ങളെ തൊണ്ടി സഹിതം പിടിക്കാനാ? അല്ല, ഞാൻ നല്ല ഉറക്കായിരുന്നു. ഈ കറണ്ട് പോയപ്പോ പെട്ടെന്ന് ഉഷ്ണം കാരണം. ഈ കാറ്റത്ത് ഉഷ്ണോ? ഐശ്വര്യമുള്ളവരുള്ളപ്പോ കറണ്ട് വന്നു. ഐശ്വര്യമില്ലാത്ത നിന്റെ മനസ്സ് പോലെ തന്നെ സംഭവിച്ചു. എന്ത് സംഭവിച്ചു? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇയാളെ നാക്ക് കരിനാക്കാന്ന്. നിനക്ക് സന്തോഷമായ കാര്യം എന്താന്ന് വെച്ചാ പറ. കാത്തു സൂക്ഷിച്ച ഒരു കസ്തൂരി പെണ്ണിന് ആണുങ്ങൾ കൊച്ചുകൊണ്ട് പോയി. തിയേറ്ററിൽ ആണുങ്ങൾ കൊച്ചുകൊണ്ട് പോയി. ഈ മുറിക്കകത്ത് കയറാൻ പറ്റില്ല. അതിന് തന്റെ മുറിയല്ലല്ലോ, ഇത് ഞങ്ങളുടെ മുറിയല്ലേ? ആരുടെ മുറിയാണെങ്കിലും ശരി, ഇന്നാളത്തെ പോലെ വെള്ളം അടിച്ച് ഛർദ്ദിച്ചാ പിന്നെ നാറിയിട്ട് ഇതിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. വേണമെങ്കിൽ ടെറസിൽ പോയി കിടന്നോ. ടെറസിൽ കിടക്കണോ കക്കൂസി കിടക്കണോ ഞങ്ങൾ തീരുമാനിക്കും. കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അതെ, താൻ ഓഫീസിൽ ചെറിയൊരു കുണാണ്ടറായിരിക്കും, ഞാൻ വലിയൊരു ഡ്രൈവറായിരിക്കും. പക്ഷെ ഇവിടെ എല്ലാരും സമം. ഈസിക്കൽ ടു ഈസിക്കൽ. ഈശ്വരൻ, ഞാൻ പറയുന്നത് കേൾക്ക്. താനൊന്നും പറയണ്ടോ? ഈശ്വരനോട് ഈ മുറിയിൽ കാണണമെന്ന് പറയാൻ ഒരിക്കലും വളർന്നിട്ടില്ല. ഞങ്ങളുടെ മുറി കേറി ഞങ്ങളോട് കേറിയിരുന്നോ? എന്തേ കാണണേ? അയ്യോ, എന്ത് പറ്റി? കൊടുകൈ കൊച്ചു കള മിണ്ടാപൂച്ച കല ഒടിക്കുന്ന കേട്ടിട്ടുള്ളൂ. ഈശ്വര, നീ വിചാരിക്കുന്ന പോലെ അല്ല. അല്ല, ഇത് അതിനേക്കാൾ സൂപ്പർ പീസാ. ഇതെവിടുന്ന് ഒപ്പിച്ചേ? ഒന്നുമില്ല സന്നിച്ച, എനിക്ക് സന്തോഷായി. ആക്രമണം കാട്ടന്റെ വിളമ്പിച്ച അവളെ തൊട്ടുപോരുത്. തൊട്ടാലല്ലടാ അടിച്ച് കറഞ്ഞ മുളിയും. ഓ, അത് ശരി. അപ്പൊ ഒത്തുക്കാനുള്ള പരിപാടികളല്ലേ? ആർക്കും ഒതുക്കാനും പതുക്കാനും ഉള്ളതല്ല ഇവള്. എവിടെ നിന്ന് ഓടിക്കറി വന്നൊരു പാവാ.
പാവമാണെ നമുക്കൊരു വെച്ചൂർ പശുവിനെ മേടിച്ചു കൊടുക്കല്ലേ? എന്നൊന്നും ചെയ്യരുത്. നിങ്ങൾ കുഞ്ഞുപോലെ നോക്കിക്കൊള്ളാം. അവളെ തൊടാൻ ഒരുത്തിനെ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ അതെ സുഭദ്രമ്മ, നീ എന്നെ അവിടെ ചവിട്ടിയതറിയോ? ഒരു പുണ്യാളച്ച വന്നേക്ക് ഇപ്പൊ കാണിച്ചേടാ. അറിയാതെ കൊണ്ടതാ. ഒരു പെണ്ണിനെ ഒതുക്കത്തി കിട്ടിയപ്പോ നീ ഫ്രണ്ട്സിനെ മറന്ന് സെൽഫിഷ് അല്ലേടാ? കുഞ്ഞമ്പു ചേട്ടാ, ഞാൻ പറയുന്നു ഒന്ന് പോടാ സെൽഫിഷ്. എന്റെ ദൈവമാ, എന്നെ രക്ഷിക്കണം. എന്നവർക്ക് വിട്ടുകൊടുക്കല്ലേ. എന്താ എന്റെ സുഭദ്രമേച്ചി? നോക്കൂ കുട്ടിയെ, കുറെ മുട്ടാളന്മാർ വന്ന് വീടുകൾ അടിച്ചു പൊളിക്കണു. ഇവന്മാരോടൊന്നും ചോദിക്കാൻ പറയാൻ ആരുമില്ല ഇവിടെ. എന്താ കാര്യമെന്ന്? ഏതോ രത്തമ്പായുടെ ഭാര്യ ആരോ തട്ടിക്കൊണ്ട് വന്നോ ഇവിടെ കണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ വീട് വിടാത്ത അവളുടെ ദേഹം മുഴുവൻ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞോ? അവള് നല്ല നീളത്തിൽ പൊക്കത്തി ഹൈറ്റിലാണോ? അതെ, അവള് തന്നെ. അവൾ എവിടെയുണ്ട്? ഞങ്ങളല്ല അവളെ ഒളിപ്പിച്ച. എന്നെ തൊട്ട തറയിലുള്ളും തലശ്ശേരിക്കാരനാ ഞാൻ. പെണ്ണതേ ആ നേരെ കാണുന്ന വീട്ടിലുണ്ട്. ഇപ്പോഴങ്ങോട്ട് പോണ്ട, സണ്ണിയുടെ കാമുകിയ. എവിടെ അവള്? ആര്? എത്തമ്പായിയുടെ ഭാര്യയെ തട്ടിക്കൊണ്ട് വരാൻ മാത്രം ചങ്കുറപ്പുള്ള ഏതോനടാ ഈ കോളനിയിൽ? ഞാൻ ആരെ തട്ടിക്കൊടുന്നിട്ടില്ല. അവളായിട്ട് ഓടി വന്ന് കയറിയതാ. എങ്കിലും അവളെ ഇറക്കി വിടണം ഇങ്ങോട്ട്. അവളെ ഇറങ്ങി വരാണെങ്കിൽ കൊണ്ടുപോയിക്കോ, അല്ലാണ്ട് ബലം പ്രയോഗിച്ച് കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. എന്താ സനിജയ് പറയണേ? അവള് നിന്റെ ആരാ? എന്റെ ആരുമല്ല. പക്ഷെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് തൊഴുതു പിടിച്ചിരിക്കുന്ന ഒരു കുട്ടിയെ വല്ലവന്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ എന്നെ കിട്ടില്ല. ഇവനോട് തർക്കിച്ചിട്ട് കാര്യമില്ല. ഇറക്കിക്കൊണ്ട് വാ അവിടെ. ഗുഡായിട്ട് കാണിക്കരുത്. അവളുടെ ഇഷ്ടമില്ലാതെ അവൾ ഇവിടുന്ന് കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. ആരുമില്ലേ കുട്ടിയെ രക്ഷപ്പെടുത്താൻ? ഇങ്ങോട്ട് വാടി. അവളെ കാര്യമായെന്നാ തോന്നുന്നേ. കാണിച്ച് തമ്മടിത്തരാണെങ്കിലും തന്നിച്ച് നമ്മുടെ ഫ്രണ്ടാ. സോറി. അവനെ തല്ലണ എന്തിനാ? ഈ തോന്നിയാസൊക്കെ കാണിച്ചിട്ട് ചേച്ചിക്ക് സമാധാനമായല്ലോ. കുടുംബമായിട്ട് താമസിക്കുന്നവർക്ക് മാത്രം വീട് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇപ്പൊ മനസ്സിലായോ? കണ്ടവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു മുറി കയറ്റ. ഇവൻ കാണിച്ച പോക്കിത്തരത്തിന് ബാക്കിയുള്ളവരും കൂടെ തല്ലുകൊണ്ടത്. സണ്ണി, സ്വന്തം മോനെ പോലെ നിന്നെ കരുതിയത്. ഇത്രയും വേണ്ടിയിരുന്നില്ല. എന്ത് കാഴ്ച കാണാൻ എല്ലാരും നോക്കി നിൽക്കണേ? പോയി ഉറങ്ങിക്കൂടെ? ചെല്ല്. എന്താണ് കേട്ടത്? അത് ഫാദർ, ഞാൻ വിശദീകരണം ഒന്നും വേണ്ട. നീ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഈ നാട് മുഴുവൻ നാറിയില്ലേ? ഞാൻ ആ കുരിശുപള്ളി വരെ വന്നതാ. അവിടുന്ന് അറിഞ്ഞു ഇവിടുത്തെ അടിയും ബഹളമൊക്കെ. ഇതിനെല്ലാം കാരണക്കാര് ഞങ്ങളാ. ഞങ്ങൾ ഇവനെ തെറ്റിദ്ധരിച്ചു. ഞങ്ങളോട് ക്ഷമിക്കണം വെച്ചോ. ക്ഷമിക്കണമെന്നോ? ഞാൻ ക്ഷമിച്ചിട്ട് എന്താ കാര്യം? നാളെ നടക്കാൻ പോകുന്ന പുകൽ എന്താണെന്ന് നിനക്കറിയോ? എന്ത് പുകില്? നീ ഇല്ലെങ്കിൽ ചത്തകളയുമെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു പെണ്ണില്ലേ, സോണിയ. അവൾ ഇത് അറിയുമ്പോൾ ഉണ്ടാകുന്ന പുകില്.
എനിക്കറിയാം, എന്ത്? ഒരു പെണ്ണിനെ രാത്രിയിൽ വീട്ടിൽ വിളിച്ച് കയറ്റാനും മാത്രം ചീപ്പല്ല സണ്ണിച്ചനെന്ന്. ബട്ട് സണ്ണിച്ചന്റെ കൂടെ വേറെ ഒരു പെണ്ണിന്റെയും പേര് ചേർത്ത് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സണ്ണിച്ചൻ എന്റേത് മാത്ര, സോണിയയുടെ മാത്രം. ഇത് നിങ്ങളുടെ പുതിയ ഹോട്ടലല്ലേ? എന്താ ഇവിടെ? ഒരു കേസ് ജയിച്ചതിന്റെ പാർട്ടിയാ. സണ്ണിച്ചനെയും കൂട്ടി വരാൻ ഡാഡി പറഞ്ഞു. കം ഓൺ, കം കം. ഡാഡി അതെ. ഡാഡി ആ സോണിയ എവിടെ? ഞാനേ അവളെ ഒരിടം വരെ പറഞ്ഞയച്ചിരിക്കുക. വരൂ. ഹായ് 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 ഹലോ ഹായ്. ഡാഡി, ആ. ദേ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ തപ്പി എടുത്തു? ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും എനിക്ക് കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഗുഡ് ഗുഡ് ഗുഡ്. എക്സ്ക്യൂസ് മീ, കം ഓൺ. സോണിയ, ഹായ്. Where are you? That's a secret. Okay. We heard about your marriage. Is it true? Yeah. ആരാ വരൻ? അതൊരു സസ്പെൻസാ. പിന്നെ ഞങ്ങളൊക്കെ ഈ പ്രായം കഴിഞ്ഞാൽ വന്നത്. എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് ഗോപ്യമായിട്ട് വേണം. അങ്ങനെയാ മിടുക്കന്മാര്. ഞാൻ എന്ത് ചെയ്തെന്നാ വായും മനസ്സറിയാത്ത കാര്യ. ആ പെണ്ണ് ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഓക്കെ, സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഇനി ഇങ്ങനെ വല്ലതും ഉണ്ടായാൽ എനിക്കും എന്റെ മോക്കും ആ ചീത്തപ്പേര്. ഇനി അതുണ്ടാവരുത്. അപ്പൊ എന്താ വേണ്ടത്? ബ്രാൻഡി, വിസ്കി? ഞാൻ കഴിക്കാറില്ല. ഏയ്, ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. ഇത് വിദേശിന്നും പറഞ്ഞ് ഇവിടെ കിട്ടുന്ന അണ്ടന് കടകൂടണമെന്നും അല്ല. ഒറിജിനൽ സായി. അതുകൊണ്ടല്ല, എനിക്കൊന്നും ശീലമില്ലാത്തോണ്ടാ. ശരി, എന്നാ പിന്നെ വിളിപ്പിച്ച കാര്യത്തിലോട്ട് കിടക്കാം. എന്താ? അത് ഞാൻ പരസ്യമായിട്ട് പറയുമ്പോൾ താൻ കേട്ടാ മതി. എന്റെ മകൾ ആവശ്യപ്രകാരം ഞാൻ ചെയ്യാൻ പോകുന്ന രാജകീയ പ്രഖ്യാപനം, എ റോയൽ അനൗൺസ്മെന്റ്. കം ഓൺ, ഫോളോ മീ. കം ഓൺ, കം ഓൺ ഫ്രണ്ട്സ്, കം ഓൺ. സൈലൻസ്, സൈലൻസ്. ഒന്ന് ശ്രദ്ധിക്കണേ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. സന്തോഷം നിറഞ്ഞ അവസരത്തിൽ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. മിസ്റ്റർ സണ്ണിച്ചൻ. പാട്ടുകാരൻ സണ്ണിച്ചനെ പരിചയപ്പെടുത്താൻ എന്തിരിക്കുന്നു? ഗംഭീരച്ചന്റെ വളർത്തുപുത്രനല്ലേ? ആയിരിക്കാം, പക്ഷെ ഇപ്പോൾ എന്റെ മകൾ സോണി വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനാണ്. എന്റെ ഭാവി മരുമകനാണ്. മൈ സണ്ണില്ലോ മിസ്റ്റർ സണ്ണിച്ചൻ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇതൊരു മഹാത്യാഗം തന്നെയാ അവറാച്ച. വെറും ഒരു അനാഥ പയ്യന് കോടീശ്വരനായ അവറാച്ചന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാന്ന് വെച്ചാൽ ഫാന്റാസ്റ്റിക്. എന്റെ അമ്മായി അച്ഛനായോണ്ട് പറയുകയല്ല, അതാണ് അവറാച്ചൻ. ഉടനെ ആ കൈ. യു ആർ വെരി ലക്കി. ഇനിയിപ്പോ ആരെങ്കിലും ചോദിച്ചാ പറയാൻ നിനക്കൊരു അഡ്രസ് ആയില്ലേ? സണ്ണില്ല, പാലക്കാട് അവറാച്ചൻ. പോകരുത് പ്ലീസ്. വേണ്ട സോണിയ, ചേരേണ്ടതേ ചേരാവൂ. ഞാനൊരിക്കലും സോണിയക്ക് ചേർന്ന ആളല്ല. ലീവ് മീ അലോൺ. വെളിവില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞു എന്ന് കരുതി. പീറ്റർ പറഞ്ഞ ശരിയാ. സ്വന്തം എന്ന് പറയാൻ ഒരു അഡ്രസ് പോലും ഇല്ലാത്തവനാ ഞാൻ. വെറും സണ്ണി. അതിന്റെ കൂടെ ചേർക്കാൻ തന്തയുടെയോ തറവാടിന്റെയോ ഒന്നും പേര് പോലും അറിയാൻ പാടില്ലാത്തൊരു തെണ്ടി. നോ സണ്ണിച്ച പ്ലീസ്. ഒരു പണക്കാരന്റെ മോളായി ഞാൻ ജനിച്ചു പോയത് എന്റെ കുറ്റമാണോ? എങ്കിൽ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരാം. സണ്ണിച്ചൻ വിളിക്കുന്ന ഏത് കൂരയിലേക്കും വരാം. എന്ത് കഷ്ടപ്പാട് സഹിക്കാം. എന്നെ വേണ്ടെന്ന് വെക്കരുത്. Because I love you. I need you. I can't live without you. It's okay. ഞാൻ പോട്ടെ.